29 ഒക്ടോബർ 2022 ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് UAPA അറിയാമല്ലോ, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ഗേവ് എൻ ഇംപെറ്റസ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ടെറർ എന്ന് പ്രൈം മിനിസ്റ്റർ മോഡി പറയുകയാണ്. പോലീസ് ഷുഡ് ബി ഏബിൾ ടു ഫേസ് നെക്സൽസ് ഹു വീൽഡ് എ പെൻ ആൻഡ് മിസ്ലീഡ് ദ യൂത്ത് ബിസൈഡ്സ് ദോസ് ഹു ഹോൾഡ് എ ഗൺ. പ്രൈം മിനിസ്റ്റർ സെയ്സ് വൈ അഡ്രസ്സിംഗ് ദ സ്റ്റേറ്റ് ഹോം മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഇൻ ഫരീദാബാദ്. സ്റ്റേറ്റ് ഹോം മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഫരീദാബാദിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ ലോസ് ആയിട്ടുള്ള UAPA അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ഈ പറഞ്ഞ ടെററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി, ടെററിസം ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പുതിയ ശക്തിയായിട്ട് നിന്നു എന്നാണ് പറയുന്നത്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഓൺ ഫ്രൈഡേ സെഡ് ദാറ്റ് സെൻട്രൽ ലോ സച്ച് എസ് Unlawful Activities Prevention Act had given an impetus to the system in decisive fight against terrorism. The Prime Minister said police should be equipped to face not only those Naxals who hold a gun but also who wield a pen and mislead the youth by exploiting their emotions. രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. എന്ത് ഒന്ന് ഈ പറഞ്ഞ ടെററിസവുമായി ബന്ധപ്പെട്ട ഫൈറ്റ്, നെക്സൽസുമായി ബന്ധപ്പെട്ട ഫൈറ്റ്. രണ്ട് ഈ പറഞ്ഞ യുവാക്കളെ മിസ്ലീഡ് ചെയ്യുന്ന, യൂത്തിനെ മിസ്ലീഡ് ചെയ്യുന്ന, ടെററിസ്റ്റ് ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇൻഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ എഴുതുകയും അതുപോലെ തന്നെ ലിറ്ററേറ്റിലെ സോഴ്സസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർ ഒരുപോലെ ട്രീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. പൊതുവേ ഈ പറയുന്ന പെന്ന് കൊണ്ടും ഏത് രീതിയിൽ മിസ്ലീഡ് ചെയ്യാം, എഴുത്തുകൊണ്ടും യൂത്തിനെ മിസ്ലീഡ് ചെയ്യാം. അപ്പോൾ അതും ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫരീദാബാദിലാണ് സ്റ്റേറ്റ് ഹോം മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് വച്ചിരുന്നത്. ഇന്നത്തെ എഡിറ്റോറിയൽ നോക്കാം. കെയർലെസ് ത്രെറ്റ്സ്, ദ വാർ ഇൻ യുക്രൈൻ ഈസ് ത്രെട്ടനിങ് ടു എസ്കലേറ്റ് ബിയോണ്ട് എനിവൺസ് കൺട്രോൾ എന്നാണ് എഡിറ്റോറിയലിൻ്റെ ക്യാപ്ഷൻ പറയുന്നത്. 8 മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന ഉക്രൈൻ റഷ്യ വാർ ഒരുപാട് ആഫ്റ്റർ എഫക്ട്സ് വേൾഡ് വൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അവരുടെ രാജ്യങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ എനർജി ക്രൈസിസ്, ഇൻഫ്ലേഷൻ, അങ്ങനെ പല ഗ്ലോബൽ എഫക്ട്സും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ കുറിച്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്, അതുപോലെ തന്നെ ഏത് രീതിയിലാണ് വാർ മുമ്പോട്ട് പോകുന്നത്, ഏതെങ്കിലും രീതിയിലൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ടോക്സ്, ബൈലാറ്ററൽ, മൾട്ടിലാറ്ററൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, UN പോലുള്ളൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഇടപെട്ട് പീസ് ടോക്സ് ഉണ്ടോ, അല്ലെ എന്താണ് അതിൻ്റെ ആവശ്യകത, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ എഡിറ്റോറിയലിൽ പറയുന്നത്. ഇതിൻ്റെ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് റഷ്യാസ് അലിഗേഷൻ ദാറ്റ് ഉക്രൈൻ വാസ് പ്ലാനിങ് ടു ലോഞ്ച് സോ കാൾഡ് ഡേർട്ടി ബോംബ് ഷോസ് ഹൗ ഡ്രമാറ്റിക്കലി ഉക്രൈൻ കോൺഫ്ലിക്റ്റ് ഹാസ് എസ്കലേറ്റഡ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ പറഞ്ഞ റഷ്യ അലിഗേഷൻസ്, റഷ്യ ആരോപിക്കുകയാണ് ഉക്രൈൻ ഡേർട്ടി ബോംബ് എന്ന ബോംബ് ഉപയോഗിക്കുമെന്നാണ്. രണ്ട് സൈഡും ന്യൂക്ലിയർ വാറിനെ കുറിച്ച്, ന്യൂക്ലിയർ വെപ്പൺസിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അത് ഗ്ലോബൽ ലെവലിൽ തന്നെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെ ഉക്രൈൻ ഡേർട്ടി ബോംബ് ഉപയോഗിക്കും എന്നാണ് റഷ്യ പറയുന്നത്. അപ്പോൾ ഈ ഡേർട്ടി ബോംബ് എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഒരു ന്യൂക്ലിയർ ബോംബല്ല, പക്ഷേ എ കൺവെൻഷണൽ എക്സ്പ്ലോസീവ് ഡിവൈസ് വിത്ത് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. കൺവെൻഷണൽ ആയിട്ടുള്ള എക്സ്പ്ലോസീവ് ഡിവൈസസ് ആണ് ഉള്ളത്, പക്ഷേ അതിൽ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസും ഉണ്ട്. ഇത് കാരണം ഒരുപാട് സ്ഥലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് സ്ഥലം എന്ത് ചെയ്യും, ആവാസയോഗ്യമല്ലാതാക്കും. അപ്പോൾ അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള വെപ്പണാണ്. ഉക്രൈൻ ആൻഡ് ഇറ്റ്സ് വെസ്റ്റേൺ ബാക്കേഴ്സ് ഹവ് റിജക്റ്റഡ് ദ റഷ്യൻ അലിഗേഷൻ, സെയിങ് ദ റഷ്യൻസ് ഹു ഹാവ് സഫേർഡ് സെറ്റ് ബാക്സ് ആർ മേക്കിംഗ് അൺഫൗണ്ടഡ് ക്ലെയിംസ് ഫോർ എ ഫോൾസ് ഫ്ലാഗ് അറ്റാക്ക്. അപ്പോൾ ഗ്ലോബൽ ലെവലിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി റഷ്യ പറയുന്നതാണ്. കാരണം റഷ്യക്കും ഈ പറഞ്ഞ യുദ്ധത്തിൽ സെറ്റ് ബാക്കുകളുണ്ട്, കുറച്ച് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് ഈ യുദ്ധത്തിൽ. അതുകൊണ്ട് ഇവർ വെറുതെ കഥ ഉണ്ടാക്കുകയാണെന്നാണ് പറയുന്നത്. ആരാണിത് പറയുന്നത്? ഉക്രൈനും അതുപോലെ തന്നെ ഉക്രൈനിൻ്റെ വെസ്റ്റേൺ ബാക്കേഴ്സ്. എന്താണ് ഈ വെസ്റ്റേൺ ബാക്കേഴ്സ്? പൊതുവേ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ US പോലുള്ള വെസ്റ്റേൺ കൺട്രീസാണ്, US പോലുള്ള കൺട്രീസാണ്. അതിൽ നാറ്റോ പോലുള്ള ഓർഗനൈസേഷൻ ഇൻവോൾവ് ആണ് എന്ന് പറയുന്നു. അതായത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നൊരു ഡിഫൻസ് അലയൻസ് ആണ്. ഈ അമേരിക്ക ഹെഡ് ചെയ്യുന്ന ഒരു ഡിഫൻസ് അലയൻസ് ആണ്. അതുപോലും എന്താണ് ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ഈ പറഞ്ഞ അലിഗേഷൻസ് അല്ലെങ്കിൽ ആരോപണങ്ങൾ തള്ളിക്കളയാണ്. ഇത് ഉക്രൈൻ്റെയും റഷ്യൻ്റെയും വാറിൽ റഷ്യ കുറച്ച് കാര്യങ്ങളിൽ റഷ്യക്ക് പുറകോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ആണ് ഈ പറഞ്ഞ ആരോപണങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണം. അല്ലാതെ ഈ ഡേർട്ടി ബോംബ് എന്ന് പറഞ്ഞ ബോംബ് ഉപയോഗിക്കാൻ ആർക്കും പ്ലാൻ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ 1945 ആയിക്കോട്ടെ, 1962 ഈ സോവിയറ്റ് യൂണിയനും അതുപോലെ തന്നെ US ഒരു കോൺഫ്ലിക്റ്റിൻ്റെ അറ്റം വരെ എത്തിയിരുന്നു. അപ്പോഴും ഈ പറഞ്ഞ ന്യൂക്ലിയർ വാർ ഉണ്ടാവും അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുമെന്ന രീതിയിലുള്ള ഒരു ത്രെട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് എസ്കലേറ്റഡ് ആകുന്നത് ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ്. ഇപ്പോൾ രണ്ട് സൈഡും ഈ പറഞ്ഞ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കും. ഏത് രീതിയിലും എന്താ പറയുക, ഉക്രൈൻ അനക്സ് ചെയ്യുന്ന റഷ്യ, അതുപോലെ തന്നെ തിരിച്ചും എന്താ പറയുക, ഈ വാക്പോര് ഉണ്ടാകുമ്പോൾ ഈ ന്യൂക്ലിയർ വെപ്പൺ എന്ന് പറയുന്നത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വളരെയധികം വലിയ ഗ്ലോബൽ ത്രെട്ടായിട്ട് മാറും എന്ന് പറയുന്നു.
സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈവൺ ആസ് ദ വാർ ഇസ് സ്റ്റെഡിലി ഡിറ്റീരിയോറേറ്റിംഗ് ദർ ഈസ് നോ കോൺഷ്യസ് എഫർട്ട് ബൈ എനി സൈഡ് ടു സ്റ്റാർട്ട് എ ഡയലോഗ്. ഒരു ഡയലോഗിൽ കൂടെ അല്ലെങ്കിൽ ഒരു ട്രീറ്റിയെ കൂടെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ബൈലാറ്ററൽ ടോക്കിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ആരും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിലത്തെ സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം. കാരണം 8 മാസമായി ഈ പറഞ്ഞ വാർ തുടങ്ങിയിട്ട്. റഷ്യ സേസ് ഇറ്റ് ഈസ് റെഡി ഫോർ ടോക്സ് ബട്ട് ഹാസ് നോട്ട് ഗിവൺ എനി കോൺക്രീറ്റ് പ്രപ്പോസൽസ് ആൻഡ് ഇറ്റ് ഈസ് ഓഫർ ഫോർ ടോക്സ് കാനോട്ട് ബി ട്രസ്റ്റഡ് എസ്പെഷ്യലി ആഫ്റ്റർ ഇറ്റ് അനൗൺസ് ദ അനക്സേഷൻ ഓഫ് 4 പാർഷ്യലി കൺട്രോൾഡ് ഉക്രൈൻ റീജിയൻസ്. റഷ്യ പറഞ്ഞിരിക്കുന്നത് ടോക്സിന് നമ്മൾ റെഡിയാണെന്നാണ്, നമ്മൾ സംസാരിക്കാൻ റെഡിയാണ് അല്ലെങ്കിൽ ഒരു പീസ് ട്രീറ്റിക്ക് റെഡിയാണെന്ന് പറഞ്ഞ റഷ്യ തന്നെ പറയുന്നു 4 പാർഷ്യലി കൺട്രോൾഡ് ആയിട്ടുള്ള ഉക്രൈൻ റീജിയൻസ് കൂടി ഞാൻ പിടിച്ചടക്കാൻ ഉദ്ദേശിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പം അതിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്, ഒരു എന്താ പറയുക ഡീവിയേഷൻ ഉണ്ട് പറയുന്നതിലും അതുപോലെ തന്നെ പ്രോമിസിലും ഡെലിവറിക്കും ഒരു തരം വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ റഷ്യ അവൈലബിൾ ആണെന്ന് അവർ പറയുന്നുണ്ട്, പക്ഷേ എന്നാലും അത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. Ukraine says it will not hold talks with Russia as long as Mr. Putin is in power and it intends to fight till all Ukraine regions are liberated including Crimea. ഉക്രൈൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ടോക്സിന് റെഡിയല്ല, നമ്മൾ ഈ പറഞ്ഞ സന്ധിക്കോ സംസാരത്തിനോ അല്ലെങ്കിൽ ഡയലോഗിനോ ഒന്നും റെഡിയല്ല. കാരണം എന്താ, ഈ പറഞ്ഞ പുടിൻ ഈ പറഞ്ഞ റഷ്യേൻ്റെ ഹെഡായിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ടോക്സിന് റെഡിയല്ല. മാത്രമല്ല നമ്മൾ അവസാനം വരെ ഫൈറ്റ് ചെയ്യും. ക്രിമിയ അടക്കമുള്ള എല്ലാ റീജിയൻസും നമുക്ക് കിട്ടുന്നത് വരെ നമ്മൾ അവസാനം വരെ ഫൈറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ആൻഡ് ദർ ആർ ഗ്രേറ്റർ ഫിയേഴ്സ് ഓഫ് ഡയറക്റ്റ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ റഷ്യ ആൻഡ് നാറ്റോ, 2 ന്യൂക്ലിയർ ഫോഴ്സസ്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് 2 സൈഡും ഡയലോഗിലൂടെ കാര്യങ്ങൾ പരിഹരിക്കാതിരിക്കുന്ന സമയത്ത് നാറ്റോ പോലെയുള്ള വെസ്റ്റേൺ അലീസ് ബാക്ക് ചെയ്യുന്ന ഉക്രൈൻ ഈ പിക്ചറിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ 2 ന്യൂക്ലിയർ ഫോഴ്സസ് തമ്മിലുള്ള യുദ്ധമായിട്ട് ഇത് മാറും. അത് വളരെയധികം എസ്കലേറ്റഡ് ആവും. അപ്പോൾ നാറ്റോ എന്ന് പറയുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഡിഫൻസ് അലയൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. US പോലുള്ള ഒരു രാജ്യമുണ്ട്, അതുപോലെ തന്നെ മറ്റു പല സ്ട്രോങ് ആയിട്ടുള്ള ആർമി ഫോഴ്സസ് അതിലുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ റഷ്യയും ന്യൂക്ലിയർ ഫോഴ്സാണ്. അപ്പോൾ അത് രണ്ടും ഒരുമിച്ചൊരു ബാറ്റിൽ ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ കാര്യങ്ങൾ ഇതിലും ഭീകരമായി വഷളാവും എന്നതാണ് പറയുന്നത്. അപ്പോൾ ഒരു പീസ് ട്രീറ്റി അല്ലെങ്കിൽ ഒരു ഡയലോഗ്, ഡിപ്ലോമസി, അപ്പോൾ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു ഇടപെടൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയുന്നു. മാത്രമല്ല ഈ പറഞ്ഞ നാറ്റോയും റഷ്യയും പോലുള്ള 2 ഫോഴ്സസ് ഒരുമിച്ച് യുദ്ധം ചെയ്യുകയാണെങ്കിൽ അതിൽ ഗ്ലോബൽ ലെവൽ തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇപ്പം തന്നെ ഈ പറഞ്ഞ ഉക്രൈൻ റഷ്യ വാറിൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ പണപ്പെരുപ്പം കൂടി, അതുപോലെ തന്നെ മറ്റൊരുപാട് എക്കോണമീസ് അൺസ്റ്റേബിളായി, യൂറോപ്പിൽ എനർജി ക്രൈസിസ് വന്നു, മൊത്തത്തിൽ എന്താ പറയുക എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൈസ് കൂടി, ഒരുപാട് സാങ്ഷൻസ് വന്നു. അപ്പോൾ ഇത്രയധികം ത്രെട്ട് ഇപ്പം തന്നെ നിലനിൽക്കെ ഇനി അത് എസ്കലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വഷളാവുകയുള്ളൂ. എല്ലാ എക്കോണമീസിനെയും അത് ബാധിക്കും, എല്ലാ രാജ്യത്തെയും അത് ബാധിക്കും. അതാണ് ഇന്നത്തെ അനാലിസിസ് പറയുന്നത്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് 1 nation 1 police uniform is ideal. Modi, Prime Minister says he is not imposing his views on states and adds their common uniforms will give a distinct entity to police, ensure brand recall and ക്വാളിറ്റി ഗിയർ. അപ്പോൾ ഒരുപാട് യൂണിഫോംസിൽ വ്യത്യാസം നമ്മുടെ സ്റ്റേറ്റുകളിലുണ്ട് പോലീസിന്. അപ്പോൾ ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന് ഒരു പോലീസ് യൂണിഫോം എന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേക ഐഡൻറ്റിറ്റി, പോലീസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന് അല്ലെങ്കിൽ ഒരു ഫോഴ്സിന് പ്രത്യേക ഐഡൻറ്റിറ്റി, ഒരു ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു വ്യത്യാസമായ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവുമെന്ന്, ഒരു യൂണിറ്റി ഉണ്ടാവുമെന്നാണ് പ്രൈം മിനിസ്റ്റർ പറയുന്നത്. 1 nation 1 police uniform is ideal എന്നാണ് പറയുന്നത്. ഇത് ഓരോ സ്റ്റേറ്റിനും ഇമ്പോസ് ചെയ്യല്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ ഓരോ സ്റ്റേറ്റിനും നിർബന്ധിക്കുകയല്ല, പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ഒരു റാഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് പ്രൈം മിനിസ്റ്റർ മോഡി പറയുന്നത്. അടുത്ത ന്യൂസ്, ഇമ്രാൻ ഖാൻ ബിഗിൻസ് ലോങ് മാർച്ച് ഫോർ ഏർലി പാക് election. The nation is ready to make every sacrifice but will not accept thieves, said former Prime Minister, referring to his political opponents. അപ്പോൾ ഇമ്രാൻ ഖാൻ പാകിസ്ഥാൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡറാണ്, ഫോമർ പ്രൈം മിനിസ്റ്ററാണ്. പുള്ളി ലോങ് മാർച്ച് എന്ന് പറഞ്ഞ് ഇലക്ഷന് മുന്നോടിയായിട്ട് പുള്ളിയുടെ ക്യാമ്പയിൻ പോലെ ലോങ് മാർച്ച് തുടങ്ങി എന്നാണ് പറഞ്ഞത്. ലോങ് മാർച്ച് വേറെ എവിടെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. ലോങ് മാർച്ച് കേട്ടിട്ടില്ലേ? ചൈനയിലല്ലേ നമ്മൾ ലോങ് മാർച്ച് കേട്ടത്? ചൈനയുടെ ഇൻഡിപെൻഡൻസും അതുപോലെ തന്നെ ലിബറേഷനുമായി ബന്ധപ്പെട്ട മൂവ്മെൻറ്റ്സും എന്താണ്? ലോങ് മാർച്ച് തന്നെയാണ്, ലോങ് മാർച്ച്. സ്പോർട്സ് ന്യൂസിൽ മുംബൈ സിറ്റി ബ്ലാസ്റ്റ് പാസ് കേരള. മുംബൈ സിറ്റി കേരള FC തോൽപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഹാസ് സഫർഡ് 2 painful losses against Kerala Blasters last season, but Mumbai City FC gained its revenge with dominating 2-0 victory. 2-0 മുംബൈ കേരളയെ തോൽപ്പിച്ചത്. സ്പോർട്സ് ന്യൂസിൽ ക്രിക്കറ്റിൽ 2020 വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2020 വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ചാൻസസ് കൂടുതലാണ്, കാരണം സെമി ഫൈനൽ സ്പോട്ടിൽ, കാരണം ആദ്യത്തെ 2 കളി ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗ്രൂപ്പ് 2 ടോപ്പറായിട്ട് ഇന്ത്യ
തുടരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ന്യൂസ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ ഹിന്ദു ന്യൂസ് റിവ്യൂ. നമുക്ക് നാളെ കാണാം. ബൈ, ടേക്ക് കെയർ, സീ യു ടുമോറോ.